ഹലോ ഫ്രണ്ട്സ്, സജിന കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഇന്നൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെയ്ത മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പത്തിരിക്ക് വേണ്ടി ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം വേണം അതിൻ്റെയൊക്കെ ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഒന്നും അളവും കാര്യങ്ങളും ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഇനി പറയുന്നൊന്നുമില്ല. നമുക്കൊരളവുണ്ടല്ലോ, നമ്മളൊക്കെ വീട്ടിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നവരല്ലേ. അപ്പം നമ്മളതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് ഒന്നുകൂടെ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത്. അല്ല, നിങ്ങൾക്ക് ഓയിൽ ചേർക്കുന്ന ഇഷ്ടമെങ്കിൽ ഓയിൽ ചേർത്താൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല ഒന്ന് കുഴച്ചെടുക്കണം ഇത്. അപ്പോൾ ആരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടിപൊളിയായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. മാറ്റി വയ്ക്കുന്ന സമയം കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ, തൂത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ അതിനുള്ള കൂട്ട് നമുക്കുണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. മാവ് കുഴച്ചെടുക്കാൻ മാത്രം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എടുത്തേക്കുന്ന ഇറച്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം മറ്റുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഒന്ന് മൂക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഫസ്റ്റ് ചേർത്ത് കൊടുത്തു, പിന്നെ രണ്ടാമത് പച്ചമുളക്, പിന്നീട് സവാള. ഇപ്പോൾ സവാള നല്ല ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വഴണ്ടാൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മതി, 1/4 ടീസ്പൂണൊക്കെ മതി. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അധികം എരി നമുക്ക് വേണ്ട. പിന്നെ ഒറിഗാനോ ഓപ്ഷനിലാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇച്ചിരി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ അത് ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ചേർക്കുക. കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് അതൊന്ന് പിച്ചി പറിച്ച് വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇതേ ഒരു പരുവത്തിൽ വേണം നമുക്ക് പിച്ചി പറിച്ചെടുക്കാൻ. ഇത്രയും കട്ടി വേണം, എന്നാലേ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അതി വരത്തുള്ളൂ. അല്ലാതെ ഒരുപാട് അങ്ങ് പൊടി പോലെ ആക്കി കളഞ്ഞ് അത് കൊള്ളത്തില്ല കേട്ടോ. ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പത്തിരി ഉണ്ടാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ച പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പത്തിരിയും കറക്റ്റ് ഒരു അളവിൽ കിട്ടണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ പരത്തിയെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് നമ്മൾ ഒരുപാട് അങ്ങ് വേവണ്ട നമ്മുടെ പത്തിരി കേട്ടോ. ഒത്തിരി അങ്ങ് നമ്മൾ ചപ്പാത്തി ഇട്ട് വേവിക്കുന്നതിൻ്റെ കൂട്ടൊന്നും വേവിക്കേണ്ട. അങ്ങനെ വെന്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിൻ്റെയൊക്കെ ഒരു പകുതി വെന്താൽ മതി. കാരണം പിന്നീട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു പകുതി വേവൊക്കെ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തിയുടെ പരുവം കണ്ടോ. ഇതാണ്, സോറി ചപ്പാത്തിയല്ല, പത്തിരിയുടെ ഇതാണ്, ഇങ്ങനെയാണ് പത്തിരിയുടെ ഒരു പരുവ് ഇതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പത്തിരിയെല്ലാം ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ആവശ്യം പോലെ നമുക്ക് മാവെടുത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്.
2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് പശുവും പാൽ ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും നാച്ചുറലായിട്ടുള്ള പശുവും പാൽ തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമ്മളൊരു വിസ്ക് വെച്ച് നല്ല ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി തോനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വലുതായിട്ടൊന്നുമല്ല, എന്നാലും ഒരു വിധം നല്ലതായിട്ട്. അതിലേക്ക് നമ്മൾ ആ മുട്ടയും പാലും കൂടെ അടിച്ച് വെച്ചതിനകത്തോട്ട് നമ്മുടെ പത്തിരി എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്ന രംഗമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തത്തുള്ളൂ. പ്ലീസ് ദയവ് ചെയ്ത് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ വീഡിയോ കാണാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് എന്താ പറയുന്നത്, അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. മുട്ടയും ഓപ്ഷനിലാണ്, അതായത് പുഴുങ്ങി ചേർക്കുന്ന മുട്ട അത് ഓപ്ഷനിലാണേ. അപ്പോൾ നമ്മളിനി അടുത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ പത്തിരിക്കകത്തോട്ട് നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിൽ തന്നെ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് നമ്മളതിൽ വെച്ചു. അതിലേക്ക് നമ്മൾ വീണ്ടും ഇറച്ചി കോരി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ മുട്ട ചേർക്കാൻ പോകുന്നത്. അപ്പോൾ കടമുട്ട ചേർക്കേണ്ടവർക്ക് കടമുട്ടയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ നമുക്ക് ഈ മുട്ടയ്ക്ക് പകരം കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെയൊക്കെയുള്ള ക്യാപ്സിക്കൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഞാനത് മേടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാനതും ചേർത്ത് കൊടുത്തേനെ. അതും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ വളരെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ ഉള്ളവർ അതൊക്കെയും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഭാഗം കഴിഞ്ഞു. അപ്പോൾ സെറ്റിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞ് വരുന്നുണ്ടേ. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ചെയ്യാതിരിക്കരുത് കേട്ടോ. ചെയ്യണം, എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ യുക്തിപൂർവ്വം എങ്ങനെ വളരെ ടേസ്റ്റി ആക്കാം. നമ്മൾ ആദ്യമേ അതിനകത്ത് ഒരു പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പത്തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ബാക്കി വന്ന എഗ്ഗും പാലും കൂടെ കലക്കിയത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാനിലേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അടിപൊളിയില്ലയോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ദാണ്ട് ഇവിടെ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ വളരെ സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ,